സാറിൻ്റെ സൗഹൃദങ്ങളുടെ കണ്ണി ഇനിയും അവസാനിക്കുന്നില്ല. അത് പോയ ജന്മത്തിലെ സൗഹൃദം മുതൽ ഇപ്പോൾ അടുത്ത് ഉള്ള സൗഹൃദം തൊട്ട് പല രീതിയിലുള്ള സൗഹൃദങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ബാക്കിയാണ്. ഏതായാലും ഒരാൾ കൂടെ വന്നിട്ടുണ്ട്, സാറിൻ്റെ അടുത്ത ഒരു സുഹൃത്ത്, ഡോക്ടർ സന്തോഷ് കുമാർ. അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ സന്തോഷ് കുമാർ. ഡോക്ടർ സന്തോഷ് അമൃതയിൽ കണ്ടും എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് നല്ല സൗഹൃദമുണ്ട് ഇദ്ദേഹത്തായിട്ട്. ട്രൂത്താണോ? ട്രൂത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ സുഹൃത്തായിട്ടാണ് പരിചയപ്പെടുത്തിയതെങ്കിലും ശരിക്കും ഞാൻ സാറിൻ്റെ ശിഷ്യനാണ്. അധ്യാപകനായിരുന്നു സാറ്. ആ രീതിയിലുള്ള എൻ്റെ കൂടെയാണ് ടി.കെ. സന്തോഷ് കുമാർ PhD ചെയ്തത്. ഓക്കെ. അത് സാറിൻ്റെ കൂടെ അല്ലായിരുന്നു എൻ്റെ ഗവേഷണമെങ്കിൽ ഒരു കാരണവശാലും ആ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അത്തരത്തിൽ സാറ് ഓരോ നിമിഷവും ഇങ്ങനെ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വാക്കുകൊണ്ട് പറയലല്ല, അതൊരു സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അനുഭവമാണെന്നാണ് സാറെന്നെ പഠിപ്പിച്ചത്. അതായത് തൻ്റെ ശിഷ്യന്മാർ എല്ലാവരും തന്നേക്കാൾ വലുതാകണമെന്ന് ഒരു ഗുരു ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഗുരു വലുതാകുന്നതെന്ന് സാറെന്നെ പറയാതെ പറഞ്ഞ് പഠിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കുള്ള അനുഭവം. പിന്നീട് സുഹൃത്തായി, ജ്യേഷ്ഠനായി, പലപ്പോഴും എൻ്റെ ജീവിതത്തിലൊരു മാർഗദീപമായി സാറ് മാറിയിട്ടുണ്ട്. എനിക്കൊരു അത്ഭുതം തോന്നുന്നു സാറ്. ഞാനിങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ സാറ് ഇപ്പോൾ ഗവേഷണത്തിന് ഒരു വിദ്യാർത്ഥി വരുന്നു, അല്ലെങ്കിൽ കോളേജിൽ കുറേ വിദ്യാർത്ഥികൾ വരുന്നു, ഇവരെയൊക്കെ ശിഷ്യരാവും, പക്ഷെ സുഹൃത്തുക്കളാക്കുന്നത് വളരെ അപൂർവമായിട്ടുണ്ടാവുള്ളൂ. അതൊരു അല്ലേ, അധ്യാപകർക്ക് അത് കഴിയാറില്ല സാധാരണ. എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഗുരുവും ശിഷ്യനും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സീനിയർ ആൻഡ് ജൂനിയർ, ഒരു സീനിയർ സ്കോളർ ആൻഡ് ജൂനിയർ സ്കോളർ നമ്മൾ പറയും. പലപ്പോഴും അവരുടെ അറിവിൻ്റെ മേഖലകൾ എന്ന് പറയുന്നത് ഞാൻ എത്തിപ്പെടാത്ത മേഖലകളായിരിക്കും. ഞാനത് അറിയാൻ ശ്രമിക്കാതെ എൻ്റെ കയ്യിലുള്ള ചിലപ്പോൾ കുറച്ച് പഴഞ്ചരക്കാന്ന് വിചാരിക്കുക, അത് ഇദ്ദേഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വീകരിക്കാൻ നമ്മൾ റിസെപ്റ്റീവ് ആവണം. നമ്മൾ ആദാനവും പ്രധാനവും വേണമെന്ന് നമ്മൾ പറയും. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചിങ് മഹാബോറാവും, നമ്മുടെ വിജ്ഞാന വിതരണവും ബോറായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഉണക്ക പണ്ഡിതനായിട്ട് ഞാൻ മാറിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം. അതുകൊണ്ടാണ് ചില അധ്യാപകരെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് ഈ സാറ് തള്ളി മാറ്റുകയല്ല, ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരാണ് സത്യത്തിൽ മഹാഗുരു എന്നുള്ള സങ്കല്പത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ സാറിൻ്റെ കൂടെ ഗവേഷണം ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ ഇല്ലം എന്ന കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ വളരെ ജനകീയമായൊരു നോവലാണ്. ആ നോവലിൻ്റെ 25ാം വർഷം എത്തിയപ്പോൾ DC ബുക്സ് ഒരു പ്രത്യേക പതിപ്പിറക്കി. സാറിൻ്റെ വളരെ വലിയ ശിഷ്യന്മാരും അതുപോലെ തന്നെ സാറ് പറഞ്ഞാൽ എഴുതി കൊടുക്കും, അതിന് ആമുഖം ആര് വേണമെങ്കിലും സാറ് പറഞ്ഞാൽ എഴുതി കൊടുക്കും. പക്ഷേ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷ്, ഇങ്ങനൊരു കാര്യമുണ്ട്, അത് സന്തോഷാണ് അതിൻ്റെ ആമുഖം എഴുതേണ്ടത് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അംഗീകാരമാണ് ഇന്നും. ആ നിമിഷങ്ങൾ ഇപ്പോൾ അത് പറയുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ പോലെയുള്ള ഒരാളെ കൊണ്ട് സാറത് അന്ന് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയ അംഗീകാരമാണ് അന്നും ഇന്നും. അതാണ് സാറിൻ്റെ വലിപ്പം. എന്തുകൊണ്ടാണ് അത് എന്നെക്കൊണ്ട് സാറ് ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ. അതൊരു തിരിച്ചറിവാണ് സാർ. അല്ല, എനിക്ക് എൻ്റെ വിശ്വാസവും എൻ്റെ തിരിച്ചറിവുമാണ്. ഈ പ്രോഗ്രാം പോലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കുള്ള എൻ്റെ ഒരു എളിയ ഒരു സമർപ്പണം എന്ന് പറയുന്നത്, ഇവർ പുതിയ തലമുറ വരുന്നുണ്ട്, അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അവരെ അണിനിരത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാ ഒരു സാമാന്യ ചെറുപ്പക്കാരാണ്. ഞാനത് ആലോചിക്കായിരുന്നു. ഇവിടെ വന്നത് മിക്കവാറും എല്ലാവരും ചെറുപ്പക്കാരാണ്. സാറിൻ്റെ സമാന പ്രായക്കാരെ ഒരാൾ മാത്രം വന്നിട്ടുണ്ട്, എല്ലാവരും വന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമാണ്. മനസ്സിൻ്റെ യൗവനമാണ് അതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും നമ്മളങ്ങനെ പ്രയോജനപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, സാറിൻ്റെ ഒരു വൈവിധ്യം വളരെ കൂടുതലാണ്. ഒരേ സമയം അധ്യാപകനാണ്, പ്രഭാഷകനാണ്, കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, തിരക്കഥാകൃത്താണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അതുപോലെ തന്നെ വിജ്ഞാനകോശത്തിൻ്റെ എഡിറ്ററായിട്ട് സാർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നപ്പോഴും അത് സാർ നൽകിയ സംഭാവന, അതിനേക്കാളെല്ലാം ഉപരി സാക്ഷരതാ മേഖലയിൽ നൽകിയ സംഭാവന, ഇതെല്ലാം പരിഗണിച്ച് യഥാർത്ഥത്തിൽ സാറിന് വളരെ നാളുകൾക്ക് മുമ്പേ പത്മ പുരസ്കാരങ്ങൾ ഏതെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ അത് കിട്ടിയവരുടെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴാണ്
സാറിന് കിട്ടാതെ പോയതിൻ്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അങ്ങനെ അല്ല കാണുന്നത്. ഇത് പറയാ വെച്ചാൽ എന്നോട് ആരോട് ചോദിച്ചു, സംതൃപ്തനാണ്, ആർ യു കണ്ടൻറ്റഡ് എന്നോട് ചോദിച്ചു. ഒരു പത്രപ്രവർത്തകൻ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചാണ്, ആർ യു കണ്ടൻറ്റഡ്? ഞാൻ പറഞ്ഞു യെസ്. നോക്കി തന്നെ അങ്ങനെ ആരും പറയില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ആശിച്ചതൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടേണ്ടത് പോലും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് ദൈവം തന്നത്, ഈശ്വരൻ തന്നത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഞാൻ അർഹിക്കുന്നതിനേക്കാളും ഒക്കെ വലുതാണ് എങ്കിൽ പിന്നെ നമുക്കെന്താ പ്രശ്നം? ഇതിനെ ഈ കൈ പിടിച്ചിങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമല്ലല്ലോ ഒരു പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വായിക്കുന്നത്. നമ്മൾ അറിയുന്ന ആളുകളുടെ സ്നേഹമാണ് വരുന്നത്. അറിയപ്പെടാത്ത ഒരു ആളിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരത്തേക്കാൾ നല്ലത് അറിയുന്ന മനസ്സുകളിൽ നിന്ന് കിട്ടുന്ന സ്നേഹമാണ് വലുതെന്ന് ഞാൻ വിചാരിക്കുന്നത്, തീർച്ചയായിട്ടും വിചാരിക്കുന്നത്. സത്യം. ഏതായാലും ഈ സമാഗമത്തിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ സാറിൻ്റെ ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായതിൽ ഞാൻ സാറിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു.